ഇന്ന് ഞാൻ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ രാവിലെ അടിച്ചത് ഭക്ഷണം കഴിച്ച് ബസ് സ്റ്റോപ്പിൽ നടക്കുക കേട്ടോ. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. പിന്നെ ഇതാണ് ദീക്ഷിത്, അണ്ടർ 14 പ്ലെയർ ആണ് ചെക്കൻ. ഞാൻ അവനോട് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളത് ആ ബസ്സും കാത്ത് നിൽക്കുക കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ രാമേട്ടൻ്റെ കട. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ രാമേട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ആളുടെ കടയിൽ അത്ര തിരക്കൊന്നും കാണാനില്ല. അപ്പോഴേക്കും എന്താ ബസ് പോകുന്നുണ്ട്. രാമേട്ടൻ്റെ കടയിൽ തിരക്കല്ലെങ്കിൽ ബസ് നല്ല തിരക്കാണ് കേട്ടോ. തൂങ്ങിപ്പെട്ട് നിൽക്കുന്നത്. ഇടയിൽ കൂടെ ദീക്ഷിതിനെ നോക്കിയപ്പോൾ ദീക്ഷിത് എന്താ നിൽക്കണോ, അതുകൊണ്ട് ചെറിയൊരു സമാധാനം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ പോയിട്ട് കിട്ടും. അങ്ങനെ ഒരു സീറ്റും പഠിച്ച് ഇരിക്കുകയാണത്. ഇരുന്നപ്പോഴേക്കും എന്താ സ്ഥലം എത്തിയിട്ട് കിട്ടും. അങ്ങനെ ബസ് കയറി ഒരു ഓട്ടോയിൽ നോക്കി പോവുകയാണ്. ഈ ഫ്രണ്ടിൽ പോണവനാണ് കേട്ടോ അഭിനവ്. അവൻ പ്രാക്ടീസിന് വരാൻ വേണ്ടി അത്ര ആയില്ല കേട്ടോ. അവൻ 10ാം ക്ലാസ്സിലാണ്. പക്ഷെ 2ാം ക്ലാസ്സിൽ ചെക്കൻ്റെ ബുദ്ധിയുള്ളൂ. എനിക്ക് തന്നെ ഫ്രണ്ട് സീറ്റ് വേണം പറഞ്ഞിട്ട് ഓടുകയാണ്. അങ്ങനെ ഓട്ടോയിലും കയറി ഇന്നപ്പോൾ ദീക്ഷിതിനെ കാണാനില്ല. നോക്കണോ ഏതോ കാട്ടിനോട് ഓടിക്കൊണ്ട് വരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങടാണ്ടാ നീ പോയി ചോദിച്ചാൽ ബൂമർ ഓടിക്കാൻ പോയതാണ്. ഞാനാണ് ഈ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ദീസ് 2-3 ബൂമർ ചുറ്റി വാങ്ങിച്ചുള്ളൂ. എന്താണ്ടാ ദീസ് നീ കാട്ടിന് ചോദിച്ചാൽ പോവാ, അതൊക്കെ ഒരു രസമല്ലേ എന്ന്. അങ്ങനെ ഓട്ടോ ഒന്ന് ഇറങ്ങി ഓട്ടോ ചേട്ടന് പൈസയും കൊടുത്ത് നേരെ നടക്കുന്നത്. പിന്നെ ഇതാണ്ടാ ഞങ്ങളുടെ ഗ്രൗണ്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിനോട് റെഡി ആവുന്ന പറഞ്ഞു. അങ്ങനത്തെ ഞങ്ങൾ ഉള്ളിലെത്തിണ്ട് കേട്ടോ. അന്ന് അധികം പിള്ളേരൊന്നും കാണാനില്ല. ഇതാ പാഡും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനാണ് കേട്ടോ ബാറ്റ് ചെയ്യണ്. ഫസ്റ്റ് ബാക്ക് ഫുട്ട് പഞ്ച് ഉണ്ട് സാർ ചെയ്യാൻ പറഞ്ഞു. ബാക്ക് ഫുട്ട് പഞ്ച് 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ആണ് ചെയ്യുന്നത്. പിന്നെ 3 ആഴ്ചക്ക് ശേഷം ഒന്നാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യണത്. അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ബാക്ക് ഫുട്ടും ഫ്രണ്ട് ഫുട്ടും 3 സെറ്റ് വേണം ചെയ്തിട്ട് ഇതാ റെസ്റ്റ് എടുക്കുക കേട്ടോ. നേരം റെസ്റ്റും കഴിഞ്ഞ് അടുത്ത് ഇതാ കട്ട് ഷോട്ടിന്റെ ബേസിക് ഡ്രിൽസ് ആണ് കേട്ടോ ചെയ്യണത്. ഇത് ജിതിനാണ് ആദ്യം ചെയ്യണത്. ഇവനും അണ്ടർ 14 പ്ലെയർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവന്റെ കൈ ഉണ്ട് കേട്ടോ. അടുത്ത് ഞാനാണ് കേട്ടോ ചെയ്യണത്. എൻ്റെ അടുത്തും സെയിം സാധനം തന്നെയാണ് കേട്ടോ സാർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബാറ്റിങ് കഴിഞ്ഞ് ബോളിങ്ങും ചെയ്യാൻ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നന്നായിട്ട് ഒന്ന് കൈകുത്തി വീണ്ടും കേട്ടോ. സാർ അപ്പം തന്നെ പറഞ്ഞു എല്ലും പൊട്ടിണ്ടാവും, 2 ആഴ്ച റെസ്റ്റും വേണ്ടി വരുന്നു. അങ്ങനത്തെ ബസ് കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി അമ്മൻ്റെ ഒപ്പം ഡോക്ടറിനെ കാണാൻ പോകും. ഓണമായില്ലാകുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഒന്ന് കേൾക്കാത്ത പോലെ ഇരിക്കും. ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ റിസൾട്ട് അതാണ്. എല്ല് പൊട്ടിയെന്ന് തന്നെയാണ് കേട്ടോ ഡോക്ടറും പറഞ്ഞു. പക്ഷെ വെല്ലിൽ മാത്രമുള്ള പൊട്ടലിന് ആൾ ഫുള്ളായി ചുറ്റിത്തുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് കയ്യിൽ എല്ലും പൊട്ടി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.